2 തവണ നമ്മൾ ഈ ഫോം ലിക്വിഡ് അടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ഹാൻഡ് വാഷിംഗ് ചെയ്യാവൂ. നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യുന്ന സമയത്ത്. ഇത് നോർമൽ വാഷിംഗ് പ്രൊസീജിയർ അല്ല കേട്ടോ പറയുന്നത്. നമ്മൾ ഡീറ്റെയിലിംഗ് സമയത്ത് ചെയ്യുന്ന വാഷിംഗ് പ്രൊസീജിയറാണ് നമ്മൾ ഈ പറയുന്നത്. നമ്മൾ നോർമൽ വാഷിംഗ് പ്രൊസീജിയറിനെ പറ്റിയിട്ട് നമ്മളിതിന് മുമ്പ് വേറെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഡീറ്റെയിലിംഗ് ചെയ്യുന്നതിന് മുമ്പുള്ള വാഷിംഗ് പ്രൊസീജിയറാണ് നമ്മൾ കാണിക്കുന്നത്. ഈ 2 ടൈപ്പ് ഫോം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിനകത്ത് 2 തരത്തിലുള്ള കണ്ടാമിനൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ ഫോം വാഷിംഗ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ലൂസായിട്ടുള്ള ഡേർട്ട് കാര്യങ്ങൾ ഇളക്കി കളയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോം വാഷിംഗ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെ എംബഡ് ആയിട്ടുള്ള കണ്ടാമിനൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് അസിഡിക് ആയിട്ടുള്ള കണ്ടാമിനൻസിനെ നമ്മൾ ആൽക്കലൈൻ ബേസ്ഡ് ഫോം ലിക്വിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അസിഡിക് ആയിട്ടുള്ള കണ്ടാമിനൻസ് പോവും. പിന്നെ അതുപോലെ തന്നെ ആൽക്കലൈൻ ബേസ്ഡ് കണ്ടാമിനൻസ്, അതായത് ആൽക്കലൈൻ ബേസ്ഡ് ഡേർട്ട് നമ്മൾ അസിഡിക് ആയിട്ടുള്ള ഫോം ലിക്വിഡ് ഉപയോഗിക്കുന്നതോടുകൂടി അതും അതിൻ്റെ കൂടെ വൃത്തിയാവും. അതാണ് ഇതിൻ്റെ 2 തരം ഫോമിംഗ് ലിക്വിഡ് ഉപയോഗിക്കുന്നതിൻ്റെ ലക്ഷ്യം. പല കാർ വാഷിംഗ് സെൻറ്ററുകളും ചെയ്യുന്ന പോലെ നമ്മൾ ഈ ഫോം അടിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പാടില്ല. അത് ക്ലോത്ത് വെച്ച് വൈപ്പ് ചെയ്തെടുക്കുന്നതോടുകൂടി അതിനകത്തുള്ള കണ്ടാമിനൻസ്, ഡേർട്ട്, ചളി കാര്യങ്ങളൊക്കെ കൂടെ നമ്മൾ ഈ ക്ലോത്തിനകത്തോട്ട് വരികയും ആ ക്ലോത്തിനകത്തുള്ള ഈ പൊടികളെല്ലാം കൂടെ കൂടിയിട്ട് നമ്മളുടെ കാറിൻ്റെ ക്ലിയർ കോട്ടിൻ്റെ മുകളിൽ, പെയിൻറ്റിൻ്റെ മുകളിൽ കംപ്ലീറ്റ് സ്ക്രാച്ച് വീഴുകയും സുവാൾവാസ് വീഴുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഫോം വാഷിംഗ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മളത് വൈപ്പ് ചെയ്യാൻ പാടില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിനകത്തുള്ള ഡേർട്ട് അപ്ലിഫ്റ്റ് ചെയ്തെടുക്കും നമ്മളുടെ ഫോം. അത് എന്നിട്ട് അതിന് ശേഷം താനേ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് നമുക്ക് താഴെ വീണ്, അതായത് ഫോൾ ഓഫ് ചെയ്ത് പോകണം. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ അസിഡിക് ആയിട്ടുള്ള ഫോം ലിക്വിഡ് അടിച്ചിട്ട് നമ്മൾ ഇനി വാഷ് ചെയ്യാൻ പോവാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹാൻഡ് വാഷിംഗ്, മാനുവൽ വാഷിംഗ് നമുക്ക് ചെയ്യണം. അതിനുവേണ്ടി 2 ബക്കറ്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളൊരു pH ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വാഷിംഗ് ലിക്വിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ക്ലിയർ ചെയ്യാം. നമുക്ക് എത്രത്തോളം ഇതിനകത്ത് ഡീറ്റെയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പില്ല. പക്ഷേ വീഡിയോ എത്രത്തോളം ലെങ്തി ആവുന്നതിനനുസരിച്ച് നമ്മളത് ട്രിം ചെയ്യേണ്ടി വരും. അപ്പോൾ എത്രത്തോളം ഡീറ്റെയിൽ നമുക്ക് പറയാൻ പറ്റുമെന്ന് ഉറപ്പില്ല. എന്നാൽ നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മളുടെ വാഷിങ്ങിൻ്റെ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അതായത് ഹാൻഡ് വാഷിംഗ് അല്ലെങ്കിൽ മാനുവൽ വാഷിംഗ് എന്ന് പറയും. നമ്മൾ 2 ബക്കറ്റ് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 2 ബക്കറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നിനകത്ത് നല്ല ഒരു pH ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കാർ ഷാമ്പു മിക്സ് ചെയ്ത് വെക്കുക, ഒരു മൈക്രോഫൈബർ ക്ലോത്തും വേണം. മറ്റൊരു ബക്കറ്റിൽ നല്ല ക്ലീൻ വെള്ളം. ഈ രണ്ടും വേണം നമുക്ക് ഹാൻഡ് വാഷിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം നമ്മുടെ മൈക്രോഫൈബർ ക്ലോത്ത് നല്ലവണ്ണം സോപ്പ് വെള്ളത്തിൽ നമ്മൾ മുക്കിയെടുത്തതിന് ശേഷം നമ്മളുടെ കാറിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് വേണം നമ്മൾ ക്ലീൻ ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അതെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മുകൾ ഭാഗത്തായിരിക്കും ഏറ്റവും കുറവ് ഡസ്റ്റ് കാര്യങ്ങൾ, പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവുക. നമ്മൾ താഴെ ഭാഗത്തു നിന്നാണ് നമ്മൾ വണ്ടി കഴുകി തുടങ്ങുന്നുണ്ടെങ്കിൽ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ താഴെ ഭാഗത്ത്, അതായത് ബമ്പറിൻ്റെ ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ വണ്ടിയുടെ മുകളിൽ ഉണ്ടാകുന്ന ചളി, പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മളത് കഴുകുന്ന സമയത്ത് നമ്മൾ മൈക്രോഫൈബറിൻ്റെ മുകളിലേക്ക് എന്തായാലും അതിനകത്തുള്ള പൊടി പറ്റിപ്പിടിക്കും. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാലും കുറച്ചെങ്കിലും നമ്മളുടെ ആ മൈക്രോഫൈബറിനകത്ത്, അതായത് ചെറിയ ചെറിയ കരിങ്കലിൻ്റെ പൊടി പോലുള്ള പൊടികളൊക്കെ പോകാതിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ മുകൾ ഭാഗത്തേക്ക് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ സോൾ മാർക്സ് വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുകൾ ഭാഗത്തു നിന്ന് താഴേക്ക് വാഷ് ചെയ്തിട്ട് വരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് മുകൾ ഭാഗത്ത് ക്ലീൻ ചെയ്ത് വന്ന് നമ്മൾ താഴെ ഭാഗത്തും ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ മാക്സിമം നമുക്ക് സോൾ മാർക്സ് വരുന്നത് കുറച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതാണ് നമ്മളിങ്ങനെ പറയാൻ വേണ്ടിയുള്ള കാരണം. ഓരോ സെക്ഷൻ നമ്മൾ വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ ക്ലീൻ വാട്ടർ നമ്മളൊരു ബക്കറ്റിൽ എടുത്തിട്ടില്ലേ, ആ ബക്കറ്റിനകത്ത് നമ്മൾ ആ മൈക്രോഫൈബർ ക്ലോത്ത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം
വീണ്ടും സോപ്പ് ലിക്വിഡ് എടുത്തതിന് ശേഷം വേണം അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സെക്ഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഡസ്റ്റ് നമ്മളെ മൈക്രോഫൈബർ ക്ലോത്തിനകത്തേക്ക് അബ്സോർബ് ആവും. അപ്പോൾ ആ ഭാഗത്തുള്ള അബ്സോർബ് ആയിട്ടുള്ള പൊടി നമ്മൾ കഴുകി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലീൻ വെള്ളത്തിനകത്ത് നമ്മൾ ക്ലോത്ത് കഴുകിയെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ മറ്റു ഭാഗങ്ങളിലേക്ക് നമ്മളുടെ ആ പൊടി അതിനകത്ത് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ വീണ്ടും സോൾ മാർക്സ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ വണ്ടി കഴുകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ക്ലോത്ത് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സർക്കുലർ മോഷനിൽ നമ്മൾ റബ്ബ് ചെയ്യരുത്. നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ട് നമ്മൾ റബ്ബ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ സർക്കുലർ മോഷനിൽ നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ നമ്മുടെ സോൾ മാർക്സ് കൂടുതൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ വണ്ടി കഴുകാൻ വേണ്ടി എടുക്കുന്ന സമയം നമ്മൾ ഓൾറെഡി വേറൊരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറയാതിരുന്നത്. എന്നാലും ഒന്നും കൂടെ പറയാം. നമ്മൾ വണ്ടി കഴുകാൻ എടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മൾ രാവിലെ 9 മണിക്ക് മുമ്പേ ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ വൈകിട്ട് 5 മണിക്ക് ശേഷം ചെയ്യുക. അതിൻ്റെ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് നമ്മളുടെ വണ്ടിയുടെ ബോഡി ടെമ്പറേച്ചർ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയമാണ് ഈ പറഞ്ഞ 2 സമയങ്ങളും. അതായത് നമ്മളുടെ സൂര്യൻ്റെ പ്രകാശം, അതായത് സൂര്യൻ്റെ ചൂട് നമ്മളുടെ ബോഡി ടെമ്പറേച്ചറിനെ ഇൻക്രീസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. എപ്പോഴും നമുക്ക് സേഫ് ടു ടച്ച് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ മാത്രമേ നമ്മുടെ വണ്ടി കഴുകാൻ പാടുള്ളൂ. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നമ്മൾ വാട്ടർ സ്പോട്ടിങ് മാക്സിമം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല നമ്മളുടെ വണ്ടിയുടെ ബോഡി ടെമ്പറേച്ചർ കൂടിയിരിക്കുന്ന സമയത്താണ് നമ്മൾ ഫോം വാഷിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് വാഷിംഗ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ സോപ്പ് ലിക്വിഡിനകത്തുള്ള കണ്ടൻറ്റൊക്കെ നമ്മളുടെ ഈ പെയിൻറ്റ് കോട്ടിൻ്റെ മുകളിൽ ഉണങ്ങി പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് റബ്ബ് ചെയ്ത് കളയാൻ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കുറഞ്ഞ നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ കൂളായിരിക്കുന്ന സമയത്ത് നമ്മൾ വാഷിംഗ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. വണ്ടി കഴുകുമ്പോൾ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് കഴുകുന്ന ഭാഗങ്ങളാണ് നമ്മളുടെ ഫ്രണ്ടിലെ ബമ്പർ, ബാക്കിലെ ബമ്പർ, അതുപോലെ നമ്മളുടെ റോക്കർ പാനൽസ്. ഈ ഭാഗങ്ങളിലാണ് നമ്മൾക്ക് ബോഡിയുടെ മേലെ ഏറ്റവും കൂടുതൽ ഡസ്റ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ നമ്മൾ ഏറ്റവും അവസാനത്തേക്ക് നമ്മൾ കഴുകാൻ പാടുള്ളൂ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിന് ശേഷമാണ് നമ്മളുടെ ടയർ ക്ലീനിങ്, അതായത് ടയർ, പിന്നെ അതുപോലെ നമ്മളുടെ വീൽ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. കഴിയുന്നതും നമ്മളുടെ ഈ വണ്ടി കഴുകിയിരിക്കുന്ന വെള്ളം, നമ്മളുടെ സോപ്പ് വെള്ളം മൊത്തം ഒഴിവാക്കിയിട്ട് നമ്മൾ വേറെ തന്നെ ഒരു സോപ്പ് ലിക്വിഡ് എടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമ്മളുടെ ടയർ ആൻഡ് വീൽ കഴുകുന്ന സമയത്ത് നേരെ ആദ്യം പോയിട്ട് ടയർ കഴുകിയിട്ട് ആ തുണി എടുത്തിട്ട് നമ്മളുടെ അലോയ് വീലിൻ്റെ മുകളിലോട്ട് തേച്ച് പിടിപ്പിക്കരുത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിൻ്റെ മുകളിലാണ് ഏറ്റവും കൂടുതൽ ചളി ഉണ്ടാവുക. ആ ചളി എടുത്തിട്ട് നമ്മളുടെ അലോയ് വീലിൻ്റെ മുകളിലേക്ക് തേച്ച് കഴിഞ്ഞാൽ അലോയ് വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പെയിൻറ്റ് പോലെ തന്നെ പെയിൻറ്റ് അടിച്ച് ക്ലിയർ കോട്ട് അടിച്ച് വെച്ചിരിക്കുന്ന ഭാഗമാണ്. അത് അതിൻ്റെ മുകളിൽ പിടിച്ച് ഉരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള പൊടിയെല്ലാം വന്നാൽ അലോയ് വീൽ വൃത്തികേടാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ വീല് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പുതിയതായിട്ടൊരു സോപ്പ് വെള്ളം എടുത്തതിന് ശേഷം നമ്മളുടെ അലോയ് വീൽസ് ആദ്യം ക്ലീൻ ചെയ്യുക. അതായത് അലോയ് വീൽ കഴുകാനുള്ള ബ്രഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ ടൂൾസിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അലോയ് വീൽ ആദ്യം ക്ലീൻ ചെയ്തതിന് ശേഷം 4 അലോയ് വീലും ക്ലീൻ ചെയ്യുക. അതിന് ശേഷം മാത്രമേ ടയർ ക്ലീൻ ചെയ്യാവൂ. നമ്മൾ ടയർ ക്ലീൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ പറയാൻ കാരണം. അപ്പോൾ നമ്മൾ മൊത്തം വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവസാനമായിട്ട് നമ്മൾ വണ്ടി ഒന്നും കൂടെ നല്ലപോലെ റിൻസ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും ടയറും നമ്മളുടെ അണ്ടർ ബോഡി കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് നല്ല ഒരു ഡ്രൈയിങ് ടവൽ വെച്ചിട്ട് നമ്മളുടെ ഈ വണ്ടി നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുക്കണം. തീരെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. പിന്നെ ബാക്കിയുള്ള നമ്മളുടെ മിററിൻ്റെ സൈഡ്, അതുപോലെ വെള്ളം തങ്ങി നിൽക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് എയർ പമ്പ് ഉണ്ടെങ്കിൽ എയർ പമ്പ് വെച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗത്ത് തങ്ങി നിൽക്കുന്ന വെള്ളമെല്ലാം സ്പ്രേ ചെയ്ത് കളയുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അടുത്തത് നമ്മുടെ ഡീകണ്ടാമിനേഷൻ പ്രോസസ്സാണ്. അയൺ റിമൂവർ സ്പ്രേ, ഡീഗ്രീസർ സ്പ്രേ, അതിനുശേഷം നമ്മളുടെ ക്ലേയിങ്. ഈ 3 പ്രോസസ്സ് നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ടായിട്ട് നമ്മൾ കാണിക്കാം. അപ്പോൾ അതുവരെ ബൈ.